എന്ത് അഭിമാനത്തോടെയാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത്. നിങ്ങളുടെ കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തന്മാർ നമ്മുടെ കേരളത്തിലെ ഭക്തന്മാരൊപ്പം ഓടിയെത്തുന്ന ഈ ശബരിമല സന്നിധാനത്ത് ആ പാവനമായ ഈശ്വര സന്നിധിയിലെ അയ്യപ്പന്റെ കട്ടളയും വാതിലും എല്ലാം അടിച്ചു മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം നിങ്ങളുടെ ഭരണത്തിലുണ്ടായിട്ട് നിങ്ങൾ ഇപ്പോഴും അഭിമാനപൂർവ്വം ഒരക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിപ്പോഴും വെളിച്ചത്ത് വരുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിലുള്ള ചോദ്യം. എന്ത് കാരണത്തിന്റെ പുറത്താണ് ഏറ്റവും വലിയ ഈശ്വര വിശ്വാസിയായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനെ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, നിങ്ങൾ പിരിച്ചുവിട്ട് നിങ്ങളുടെ ഒരു പാർട്ടി നേതാവിനെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചത്? നിയമം മാറ്റിവെച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന് പേരുണ്ടായിരിക്കാം, പക്ഷേ അത് സാധാരണ കോർപ്പറേഷനും ബോർഡും പോലെയുള്ള ഒരു ബോർഡായിട്ട് മിസ്റ്റർ പിണറായി വിജയ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് സംതിങ് ഡിഫറെന്റ് ദാൻ അതർ ബോർഡ്. മറ്റു ബോർഡുകളിൽ നിങ്ങൾ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നുണ്ട്, ആവശ്യത്തിന് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്നുണ്ട്. കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്ന നിങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു ബോർഡിനെ നിങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നടപ്പിലാക്കിയതിന്റെ പരിണിത ഫലമാണ് വിശ്വാസികളുടെ നെഞ്ചത്ത് മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണ കള്ളക്കടത്തുണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞതാണ് അന്താരാഷ്ട്രമാനമുള്ള സ്വർണ്ണക്കടത്ത്. ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട്. ഈ കൊള്ള പുറത്തു കൊണ്ടുവന്നതിന് കേരള ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട്.